ശിവ ശിവ വെട്രിവേൽ സ്വാഹ. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന കാര്യം എഴുതി എവിടെ വെച്ചാലും അവിടേക്ക് പണം ഒഴുകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു പച്ച കോട്ടൺ തുണിയാണ്. ഇതിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ട് എഴുതണം, എന്തുപയോഗിച്ച് എഴുതണം, എങ്ങനെ എഴുതണം, എന്താണ് എഴുതേണ്ടത്, എല്ലാം ഇത് വീട്ടിലോ ഓഫീസിലോ പണപ്പെട്ടിയിലോ പേഴ്സിലോ എവിടെ വേണേലും വെച്ചാൽ വിശ്വാസത്തോടെ ചെയ്താൽ അവിടേക്ക് പണം ഒഴുകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പലരും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു നമ്പർ ഇത് പലരും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഈ പൈസ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വരുന്നില്ല. എപ്പോഴും എങ്ങനെയൊരു സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും. ഇത് അനുഭവമാണ്. അതുപോലെ തന്നെ ഇതും ഇതിൻ്റെ പേഴ്സിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വെക്കാം. ഈ കോട്ടൻ്റെ അവിടെയും പണം വെക്കാം, ഈ സൈഡിലും പണം വെക്കാം. ഞാൻ പറഞ്ഞുതരാം. പിന്നെ പണപ്പെട്ടി വെക്കാം, വീട്ടിൽ വെക്കാം. വീട്ടിൽ നിങ്ങളുടെ പണം വെക്കുന്നിടത്ത് വയ്ക്കാം. പിന്നെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഇതുകൊണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ഞാൻ ഈ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ എനിക്ക് യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, ഞാൻ ഈ വീഡിയോ പറയുന്ന പോലെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ആവശ്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. ഇതാണ് ഞാൻ അവലംബിക്കുന്ന രീതി. പിന്നെ വർക്ക് എടുത്താലും ഞാൻ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും തരുന്നത്. ആ ഡേറ്റിന് വേണ്ട എന്നാലാവുന്നില്ല നല്ല കാര്യങ്ങളും പറഞ്ഞു തരും. ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. പിന്നെ സ്വന്തമായി വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനയും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത ഞാൻ പറഞ്ഞു തരും. ക്ഷേത്രത്തിൽ എപ്പം പോകണം, എങ്ങനെ പോകണം, എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു തരും. അതുപോലെ ശരനൂൽ രഹസ്യം ഞാൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു തരുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ശരനൂൽ രഹസ്യം എന്നറിയാമോ? ശ്വാസവിദ്യ. വലതുമുഖിൽ കൂടെ എടുത്ത് ഇടതുമുഖിൽ കൂടെ അങ്ങനെയുള്ള വിടുക, ശ്വാസം വിടുക, ഇന്ന മന്ത്രം ജപിക്കുക, ഇടതുകാല് വെച്ച്, ഇങ്ങനെയുള്ള ചില വിദ്യകളുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ ഫ്രീ ആകാറില്ല, അതുകൊണ്ടാണ് വാട്സപ്പിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്രീ ആകാറേ ഇല്ല, സത്യസന്ധമായിട്ടാണ് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല, എല്ലാവർക്കും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ പറ്റുന്നവർക്ക് ഞാൻ വിശകലനം ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം, വീട്ടിൽ കലഹങ്ങളാണ്. ഞാൻ ഈ വിഷയങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിമുടി മാറുന്ന കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് ധാരാളം നല്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ വീട്ടിൽ കലഹമാണ്, അല്ലെ അതാണ് ഇതാണ്, അല്ലെ മോൻ്റെ ഒരു ജോലി പ്രശ്നം, അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലെ ഒരു വോയിസ്, അധികം കഥ പറയരുത്, ഞാൻ കാണത്തില്ല, ചെറുതായിട്ടൊരു വോയിസ് ഇടുക, ചുരുക്കി ഇടുക, ഒരു കാര്യം പറയുക. എന്നെക്കൊണ്ട് പറഞ്ഞുതരാൻ പറ്റുന്ന നല്ല കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. കാരണം ഒരാൾ രക്ഷപ്പെടുന്ന കാര്യമാണ്, അല്ല ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന കാര്യമാണ്. അതൊരു ഈശ്വരീയമാണ്. അതിനെ നിങ്ങൾ ഒന്നും ദക്ഷിണ ഇടേണ്ട, ഒന്നും ഇടണ്ട. ദക്ഷിണയ്ക്ക് വേണ്ടി അല്ല ഞാൻ ചെയ്യുന്നത്. ഇട്ടാൽ ഞാൻ തിരിച്ചിടും. ഇത് നിങ്ങൾക്ക് ഞാൻ വിശകലനം ചെയ്യുമ്പോൾ, ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷമൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിത ഫീസുണ്ട്. അത് ഞാൻ അതിനുവേണ്ടി എടുക്കുന്ന എഫോർട്ടിൻ്റെ ഒരു 10% പോലും ഇല്ല. അതുപോലുള്ള എഫോർട്ടുകൾ അതിന് വേണ്ടി എടുക്കുന്നത്. ഒരു നിശ്ചിത ഫീസ് പറയും. എന്നിട്ട് അത് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കുക. വലിയ കഥയായിട്ടോ പറയരുത്. പിന്നെ ഈ പ്രേമ വിഷയങ്ങളൊന്നും എന്നോട് പറയരുത്. അതൊക്കെ ഓരോരുത്തർ പുറകെ പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ്. അത് പോകാതിരിക്കുകയോ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുക, അതൊക്കെ അവരുടെ ഓരോ ഇഷ്ടം. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണം, ഏതറ്റം വരെ എത്ര നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലോൺ അടയ്ക്കാൻ പറ്റാത്തവരും എടുക്കണ്ട. എല്ലാം ജപ്തി ചെയ്യുമ്പോൾ ഞാൻ മെസ്സേജ് വരുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കുമ്പോൾ അടയ്ക്കേണ്ടി വരുമെന്ന്. അടയ്ക്കാതിരുന്നുകൊണ്ട് സാറേ ഏതാണ്ട് അത്ഭുതം സംഭവിച്ച പോലെ, സാറേ ഞാൻ എന്ത് ചെയ്യുന്നപ്പോൾ ചോദിച്ചാൽ ഞാനെന്ന് പറയാനാ?
അപ്പോൾ അതൊക്കെ അവനവൻ ചെയ്യേണ്ട അവനവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിന് ഈശ്വരനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ കാര്യം കണ്ടു അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ വീടിൽ ജപ്തിയായതാണ്. ഞങ്ങൾ ആരോടും ഒരു ഈശ്വരനോടും പരിഭവം പറഞ്ഞില്ല. വീടും സ്ഥലവും വിറ്റിട്ട് ഒരു 3.5 സെൻറ്റ് സ്ഥലം മേടിച്ചായിരുന്നു ജീവിക്കുന്നത്. അതാണ് അതിൻ്റെ മാന്യത. നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ഒരു സുപ്രഭാതത്തിൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ എന്ത് പറയാനാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്കൊരു നല്ല ഈശ്വരാധീനത്തിന് മാറ്റത്തിനുള്ള നല്ല കാര്യങ്ങൾ എവരിത്തിങ് ഞാൻ പറഞ്ഞുതരും കേട്ടോ. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കടമകൾ അത് നമ്മൾ പാലിക്കണം. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയും മക്കളെ നോക്കേണ്ട കാര്യമോ അല്ലെ ലോൺ എടുത്ത് അടയ്ക്കേണ്ട കാര്യമോ അല്ലെ ദിവസം തൊഴിലിന് പോകേണ്ട കാര്യമോ അതൊക്കെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അത് ഈശ്വരനെ ഇടപെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഉയർച്ചയില്ല, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉയർച്ചയില്ല, അവിടെ ഒരു ഈശ്വരാധീനത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. പച്ച കോട്ടൺ തുണി നിങ്ങൾ ജവളിക്കട നേരെ പോവുക. ഇതുപോലെ ഒരു പച്ച കോട്ടൺ തുണി മേടിക്കുക. കണ്ടല്ലോ, ഇത് കോട്ടണാണ്, പട്ട് വേണ്ട. പട്ടാകുമ്പോൾ തളവെന്നിരിക്കും. അതിനൊന്നും ആവശ്യമില്ല. പച്ച കോട്ടൺ തുണി മേടിക്കുക. കോട്ടൺ കണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും മേടിച്ചാൽ 35 രൂപയായുള്ളൂ. ഞാനിത് ആർക്ക് വേണ്ടിയാണ് മേടിച്ചതെന്ന് അറിയോ? നിങ്ങൾക്ക് വേണ്ടിയാണ് മേടിച്ചത്. എൻ്റെ കയ്യിൽ അല്ലാതെ കോട്ടൺ ഇരിപ്പുണ്ട് പച്ച. ഇപ്പോൾ ആ ജവളിക്കടക്കാരൻ എന്നെ കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പച്ച കോട്ടൺ തുണിയാണ് മേടിക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും പിന്നെ ഞാൻ ചില ആ കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഞാനും ഇതൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നമ്പർ പറഞ്ഞു തന്ന് 3561 പേഴ്സി വെക്കാനുള്ളത്. ആ നമ്പർ ഞാനും വെച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഞാനല്ലാതെ വെറുതെ ഒരു കാര്യം പറയത്തില്ല. അത് നമ്മുടെ പേഴ്സിൽ നമ്മൾ പൈസ ഒഴിയത്തില്ല. അത് അനുഭവമാണ്. അത് വേറെ വീഡിയോക്കകത്ത് പറഞ്ഞു, അത് പോട്ടെ. അത് ആവശ്യമുള്ള ഒരാ വീഡിയോ പോയി കാണും. ഇന്ന് പറയുന്ന വേറെ കാര്യം. ഇപ്പോൾ ഇതുപോലെ ഒരു പച്ച കോട്ടൺ തുണി മേടിച്ചിട്ട് നമ്മളൊരു ചതുരം പോലെ ഇത് കണ്ടോ, നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്യുക. കത്രിക കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കണ്ടിത് പേഴ്സ് വെക്കാനും പാകത്തിനും, അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു ചതുരം മതി. ഇത് നമുക്ക് പേഴ്സിലും വെക്കാം, പണപ്പെട്ടി വെക്കേണ്ടവർക്ക് പണപ്പെട്ടി വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വീട്ടിൽ നിങ്ങളുടെ അലമാരിക്കകത്ത് പണം വെക്കുന്നിടത്ത് വെക്കാം. അങ്ങനെ എവിടെ ഇത്രയും വലിപ്പമാകുമ്പോൾ എവിടെ വേണമെങ്കിലും വെക്കാം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ ശരിക്ക്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വരച്ച് കാണിക്കാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് കാണത്തില്ല. അതിന് വേറെ ഈ വരച്ചേക്ക് തന്നെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഒരു ത്രികോണം വരയ്ക്കുക. ഇതിന് ഭംഗിയൊക്കെ കുറഞ്ഞാലോ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെരിവൊന്നും ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ത്രികോണം വരയ്ക്കുക. ഈ ത്രികോണത്തിന് നടുക്ക് ക്ലീം എന്ന് എഴുതുക. നീല പേന കൊണ്ട് വരച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നീല സ്കെയിൽ, ഞാനിതിപ്പം ഈ വരച്ചിരിക്കുന്നത് സ്കെയിലൊന്നും വെച്ചല്ല, അല്ലാതെ വരച്ചാൽ മതി. അതിനകത്ത് കുഴപ്പമൊന്നും. ഇത് കണ്ടോ, ക്ലീം. ഇങ്ങനൊരു ത്രികോണം വരച്ച് നടുക്ക് ക്ലീം എന്ന് എഴുതുക നീല പേന കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് എന്നിട്ട് നിങ്ങളുടെ പേഴ്സ്, ഇത് കണ്ടോ പേഴ്സിനകത്ത് ഞാൻ ഈ സൈഡിൽ ഈ 3561 നമ്പർ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് നേരത്തെ ചെയ്തിരിക്കുക, നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ അത് ഞാനവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഈ സൈഡിൽ അപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എന്ത് ചെയ്യും, ഈ പച്ച കോട്ടൻ്റെ ഇങ്ങനെ നിവർത്തി തന്നെ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് കേട്ടോ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുന്നിലോട്ട് പണം വെച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇത് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വെക്കണം. കണ്ടല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും വിശദമായിട്ട് കാണിക്കുന്നത്. അല്ലാതെ കണ്ടല്ലോ, പേഴ്സിനകത്ത് ആ ത്രികോണത്തിൻ്റെ ഇത് മേലോട്ട് വരണം. ഏതാണെന്നറിയോ? ഇത് കണ്ടോ, നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി ഈ മേലോട്ട് ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ വെക്കണം കേട്ടോ. കണ്ടല്ലോ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുക. പേഴ്സിനകത്ത് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് പേഴ്സിനകത്ത് ഇറക്കി വെച്ചു. ഇനി പൈസ വെക്കുന്ന കൂടെ കാണിച്ചേക്കാം, അല്ലെ പലർക്കും സംശയമാണ്. കണ്ടോ, പേഴ്സിനകത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് പൈസ വെക്കുക മുന്നിൽ. കണ്ട അത് വെച്ചു. അത് വെച്ചു. അതിൻ്റെ മുന്നിൽ പൈസ വെച്ചു. ഈ നോട്ട് വെക്കുന്നത് ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടോ. മടക്കി വെക്കണം പേഴ്സിനകത്ത്. അതൊരു സംഭവമാണ്. നെവരെ വെക്കരുത്, പണം വർദ്ധിച്ചു വരും. ഇങ്ങനെ വെക്കുക, അടയ്ക്കുക, പോക്കറ്റിൽ ഇടുക. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ പണപ്പെട്ടി വെക്കാം. അതായത് ഒരു കച്ചവടമൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ ആ പണപ്പെട്ടിയിൽ ഇങ്ങനെ വെക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കടക്കാരും ബേക്കറിക്കാരും
ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, അവരൊക്കെ പണപ്പെട്ടി വെക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ക്യാഷ് ട്രോ, നിങ്ങൾ അലമാരി ട്രോയിൽ പണം വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട പാസ്ബുക്ക്, ചെക്ക് ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലും ഇത് വെക്കാം. ഈ പച്ച കോട്ടൺ തുണി, പട്ടല്ല, ഇനി അറിയാതെ പട്ടെന്ന് പറഞ്ഞാലും ക്ഷമിക്കുക, പച്ച കോട്ടൺ തന്നെ മേടിച്ചാൽ മതി. ഈ പട്ട് തളുതളന്നിരിക്കുക, അത് വേണ്ട, പച്ച കോട്ടൺ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അലമാരിക്കകത്ത് പണവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പണം വെക്കുന്ന, അല്ലെങ്കിൽ പണമായിട്ട് ബന്ധപ്പെട്ട പാസ്ബുക്ക് വെക്കുന്നതിൻ്റെ അടിയിലും വെക്കാം. ഇത് വെച്ചിട്ട് വെക്കാം അലമാരിയുടെ ഡ്രോയ്ക്കുള്ളിൽ. അങ്ങനെ ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾക്ക് ഓഫീസിൽ വെക്കാം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്കിത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് നിത്യേന ഇതിൻ്റെ അകത്ത് ക്യാഷ് ഉള്ള പോലെ ക്യാഷ് വെച്ചാൽ മതി, സാമ്പത്തികം വർദ്ധിച്ചു വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. ഇനിയും ഇത് മനസ്സിലായല്ലോ, ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നില നിങ്ങളുടെ മാറും, അത്ഭുതകരമായ മാറ്റമാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക നില മാറുമ്പോൾ, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴും മുരുകൻ ഒരു പഞ്ചാമൃത അഭിഷേകം ചെയ്യുക. അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ശിവനൊരു പാൽപ്പായസം ചെയ്യുക. അത് മതി, അതാണ് എനിക്ക് സന്തോഷം കേട്ടോ. അത് ചെയ്താൽ മതി. നിങ്ങൾക്ക് സാമ്പത്തികം വരുമ്പം ഇടയ്ക്ക് മറക്കാതെ മുരുകന് ഒരു പഞ്ചാമൃത അഭിഷേകം ചെയ്യേണ്ട മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച, വല്ലപ്പോഴും ശിവന് ശനിയാഴ്ച പാൽപ്പായസം. അതിടയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടുന്ന പോലെ വല്ലപ്പോഴും ചെയ്യുക. എന്നെ വഴി വെച്ച് കണ്ടാൻ വേണ്ടിയില്ലേ പോലും എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുക സാമ്പത്തികം ഉണ്ടാകുമ്പോൾ. പിന്നെ പറ്റുന്ന രീതിയിൽ സാധാരണക്കാരെ സഹായിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യണം. സാധാരണ ആളുകളെ സഹായിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ നിങ്ങൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഈ ജീവിതം എന്ന് പറഞ്ഞൊരു അവസരമാണ്, ഈശ്വരൻ തരുന്നൊരു അവസരമാണ്. അപ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ പല ആളുകൾ വരും, അവരോടൊക്കെ സത്യസന്ധമായി പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക. അത് തന്നെ ഈ വലിയ ഈശ്വര സേവയാണ്. അവർക്ക് പറ്റുന്ന അന്യായമായിട്ടല്ല, ന്യായമായിട്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരോട് ദ്രോഹം ചെയ്യാതിരിക്കുക, അവരോട് ദേഷ്യപ്പെടാതിരിക്കുക. ഇതൊക്കെ ഈശ്വര സേവയാണ്. പറഞ്ഞ മനസ്സിലായല്ലേ? ഇത് കണ്ടല്ലോ. ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഈ ത്രികോണം എന്നാന്നായിരിക്കും ചിലരൊക്കെ ചിന്തിക്കുന്നത്. ചുമ്മാ ഒരു ത്രികോണം വരച്ച് വെക്കുകയല്ല, ഈ ചുമ്മാ ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഈ ത്രികോണത്തിനകത്ത് രഹസ്യം എന്ന് പറഞ്ഞാൽ, ഈ ത്രികോണം കണ്ടോ, ഈ ത്രികോണത്തിൻ്റെ ഈ 2 ഭാഗങ്ങളും, ഈ 2 ജ്ഞാനേന്ദ്രിയം, കണ്ണിനെ ഉദ്ദേശിക്കുന്നത് കണ്ടോ, ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഈ വര കണ്ടോ, ഇങ്ങനെയുള്ള ഈ വര, ഇത് കണ്ട് ഈ ഭാഗം ഉദ്ദേശിക്കുന്നത്, ഈ 2 കണ്ണിനും മേളിൽ വരുന്ന ഭാഗം കണ്ടല്ലോ. ഈ 2 കണ്ണുകൾ നമ്മളിങ്ങനെ മുകളിലോട്ട് ഉയർത്തുമ്പോൾ ഇതൊരു വര, ഈ 2 മേളിലോട്ട് ഉയർത്തുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദൃഷ്ടി ചെല്ലുന്നത്. ഈ ഭാഗത്ത് ഇവിടെ ഒരു ത്രികോണം രൂപം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഒരു വരയും അവിടെ സാങ്കല്പികമായിട്ട് വരുന്നുണ്ട്. ത്രികോണം പോലെ നമ്മുടെ ആ ശ്രദ്ധ മേലോട്ട് കണ്ണ് വെക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റിൽ ഇങ്ങോട്ടൊരു പ്രവാഹവും ഇങ്ങോട്ടൊരു ഊർജ്ജ പ്രവാഹവും ഇങ്ങനെ അത് ഒരു ത്രികോണമായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഈ ത്രികോണം ഇവിടെ വരച്ചു വെച്ചേക്കുന്നു. വളരെ മനസ്സിലാകും. അത് അതീന്ദ്രിയ ബോധത്തിൻ്റെ, സൂക്ഷ്മബോധത്തിൻ്റെ, സൂക്ഷ്മമായ എനർജിയുടെ, നമ്മുടെ സൂക്ഷ്മമായ ബോധം പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ചിതാകാശത്തിലെ സൂക്ഷ്മബോധത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ആ ത്രികോണം. ആ ത്രികോണമായി വരച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്ലെയിം എന്ന ബീജം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായ ബീജമാണ്. കൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും എല്ലാം ശക്തിയുള്ളൊരു ബീജമാണ് ക്ലെയിം. അപ്പോൾ ഈ ക്ലെയിം എന്ന ബീജം ജ്ഞാനത്തിൻ്റെ ബീജം കൂടിയാണ്. വശ്യം, ജ്ഞാനം എല്ലാത്തിൻ്റെയും ഉണ്ട്. നമ്മൾ പലപ്പോഴും ശ്രീം കൊണ്ടാണ് നമ്മൾ സമ്പത്തെന്ന് വിചാരിക്കുന്നത്. ശരിക്കും ക്ലെയിമാണ് അതിൻ്റെ. ശ്രീം കൊണ്ട് സമ്പത്തിനെ ചിന്തിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. സമ്പത്തിനെ മഹാലക്ഷ്മിയെ തന്നെയാണ്, സമ്പത്ത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്ലെയിം ജപിക്കുമ്പോഴാണ് ഇതെല്ലാം വശമാകുന്നത്. ശരിക്കും സമ്പത്തും എല്ലാം ക്ലെയിം ജപിക്കുമ്പോൾ ഉണ്ടാവും. ശ്രീമും ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞാൽ ഉണ്ടാകും. പക്ഷെ കുറച്ചുകൂടി ഞാൻ അനുഭവത്തിൽ കണ്ടിരിക്കുന്ന ക്ലെയിം കൊണ്ടുള്ള പ്രയോഗം. ക്ലെയിം ജ്ഞാനത്തിൻ്റെയാണ്, അപാരമായ അറിവിൻ്റെയാണ്, സമ്പത്തിൻ്റെയാണ്, ഒരു ഉയർന്ന തരത്തിലുള്ള ബോധത്തിൻ്റെ ഇതുകൂടാണ് ക്ലെയിം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഈ ക്ലെയിം എന്നുള്ള ബീജം വശ്യം, ധനവശ്യം, സർവവശ്യം, ജ്ഞാനം എന്ന് വെച്ചാൽ സർവ്വ അനുഗ്രഹങ്ങളും അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ക്ലെയിം നിരന്തരം ജപിക്കുന്നവർക്കും പൈസ വരും, സംശയമൊന്നും വേണ്ട. അതിനെക്കുറിച്ച് പഴയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്ലെയിം ജപിച്ചാൽ മതി, ഒരൊറ്റ ബീജം ജപിച്ചാലും പൈസ വരും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലെയിം എന്ന് നീട്ടി വരും. ക്ലെയിം ഒരു തവണ ജപിക്കുക, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജപിക്കുക. നമുക്ക് കേൾക്കാൻ ശ്രമിച്ചു ക്ലെയിം
അപാരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് വേണം ഇതിൻ്റെ കൂടെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഇനിയും പറയുമ്പോൾ നമ്മൾ ഈ പച്ച കോട്ടൺ ഇതുവരെ നമ്മൾ വിട്ടിട്ടില്ല. ഇതുകൊണ്ട് എനിക്ക് കട തുടങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഈ പച്ച തുണിയുടെ ഒരു കട തുടങ്ങിയാൽ നഷ്ടം വരത്തില്ല. പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ, തുടങ്ങാനൊന്നുമല്ല. ഇത് കണ്ടോ, പച്ച കോട്ടൺ കൊണ്ട് നിങ്ങൾ ഇതുപോലെണ്ണം മേടിച്ചിട്ട് ചെറിയൊരു സഞ്ചി തയ്ക്കണം. ഒരു ചിന്ന സഞ്ചി. ഞാൻ കുറച്ച് തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ തമിഴ് ആളുകൾ നമ്മുടെ വീഡിയോ ഒരുപാട് കാണുന്നുണ്ട്. ചിന്ന സഞ്ചി കൊഞ്ചം പഠിക്കുക, വെറുതെ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഒരു ഇതുപോലെ പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി തയ്ക്കണം. ഇനി അത് എവിടെ കിട്ടുമെന്നായിരിക്കും എല്ലാവർക്കും സംശയം. തയ്ക്കുന്നവരോട് പറഞ്ഞാൽ തയ്ച്ചു തരും. ഇനി എവിടെയാണെന്നായിരിക്കും ചോദ്യം മുഴുവൻ. അപ്പോൾ നമുക്ക് തയ്യക്കാരോട് പറഞ്ഞാൽ അവർ തയ്ച്ചു തരും. അപ്പോൾ ഒരു സഞ്ചി തയ്ക്കുക, സാധാ ഒരു സഞ്ചി ഇങ്ങനെയൊക്കെ നമ്മൾ പിടിക്കുന്ന ഒരു സഞ്ചി തയ്ച്ചിട്ട് ഈ സഞ്ചി നിങ്ങളുടെ വീടിൻ്റെ വടക്കേ ഭിത്തിയിൽ കുഞ്ഞൊരാണി തറച്ച്, എന്നുവെച്ചാൽ സഞ്ചിയെക്കാട്ടും വലിയ ആണി തറയ്ക്കരുത്. അതൊരു കാണുന്നവർക്കൊരു ഒരു ഇറിറ്റേഷൻ തോന്നും. വലിയ ആണി, കുഞ്ഞൊരാണി കണ്ടാൽ അറിയത്തില്ല. ഒരു കുഞ്ഞൊരാണി തറച്ചിട്ട് അതിൽ ഈ സഞ്ചി വടക്കേ ഭിത്തിയെ തൂക്കിയിടുക. അത്ഭുതകരമായ മാറ്റങ്ങൾ വീട്ടിലുണ്ടാകും. നിങ്ങളത് ചെയ്തു നോക്കുക, അപ്പം മനസ്സിലായില്ലേ? ചെയ്തു നോക്കുക. ബാക്കിയൊന്നും, കാരണം ഞാനീ ചെയ്തവർക്ക് ഒരുപാട്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സമാധാനം ഉണ്ടാകും, പുതിയ വരുമാന മാർഗ്ഗങ്ങളുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അനുഭവിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇനിയും ഇതുപോലെ ഒരു സഞ്ചിയും കൂടെ ആവശ്യമുള്ളവർ തയ്പ്പിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ബാങ്ക് പാസ്ബുക്ക്, നിങ്ങളുടെ വേണമെങ്കിൽ അല്പം പണം ആവശ്യമുള്ള വെച്ച് ആ സഞ്ചിക്കകത്ത് വെച്ച് ക്യാഷ് ഡ്രോയിൽ വെച്ച് നിങ്ങളുടെ അലമാരി വെച്ച് വേണമെങ്കിൽ പൂട്ടാം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക. ഇതെല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇത് മതി എല്ലാമായി. ഇനി നിങ്ങൾക്ക് ചില നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അനുഭവമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മകം പൂരം. ഈ നക്ഷത്രക്കാർ ഒരു 6-8 മാസത്തേക്ക്, ഇപ്പം ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇന്നത്തെ ഡേറ്റ് മുതൽ മുന്നോട്ടൊരു 6-8 മാസം വരെയെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്താണെന്നറിയാമോ? യാത്ര, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, തൊഴിൽപരമായ കാര്യങ്ങൾ, അതുപോലെ പൊക്കത്തിലൊക്കെ കയറുമ്പോൾ വീഴാതെ ശ്രദ്ധിക്കുക, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, തൊഴിൽ ശ്രദ്ധിക്കുക. നല്ലതാണ് ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് ഗുണമുണ്ടാവും. പിന്നെ ഈ സമയത്ത് അവർക്ക് വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, സാമ്പത്തികപരമായ പുതിയ മാർഗങ്ങൾ, വീട്ടിൽ മംഗളകാര്യങ്ങൾ, ചിലർക്ക് വാഹനം മേടിക്കേണ്ട സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കാം. പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് ഇപ്പോൾ ഞാനീ പറയുന്ന സമയം തൊട്ട് ഒരു 6-8 മാസം അല്ലെ 9 മാസം അല്ലെ 10 മാസം വിചാരിച്ചോ, കുഴപ്പമൊന്നുമില്ല, മാസത്തേക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ നേരത്തെ ഇത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുതൽ ഉള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം തൊട്ട് ചിന്തിക്കാൻ പറഞ്ഞത്. ഇത് 2025 മാർച്ച് മുതലുള്ള ഫലമായി പറയുന്നത്. 2.5 കൊല്ലത്തേക്ക്, 2.5 കൊല്ലത്തിൽ 1 കൊല്ലം അല്ലെങ്കിൽ 8 മാസത്തേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ബാധിക്കും. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. 2025 മാർച്ച് മുതൽ മുന്നോട്ടുള്ള 2.5 കൊല്ലം അല്ലെ 2 കൊല്ലത്തേക്കുള്ള ശരാശരി ഫലമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 2025 മാർച്ച് മുതൽ ഉള്ള മുന്നോട്ടുള്ള ഒരു 8-9 മാസം അല്ലെ 1 കൊല്ലമെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുക, നല്ലതാണ്. ആ നിലയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സമയത്ത് ഇവർക്ക് ആരെങ്കിലുമൊക്കെ അടുത്തെന്ന് പറയും, നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാം, ഭയങ്കര ലാഭമായിരിക്കും, മൊത്തം ലാഭമായിരിക്കും എന്നൊക്കെ പറയും. അത് കേട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ ഉള്ളതും കൂടെ പോകും. അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അല്ലെ കാശ് മുടക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു കൊല്ലത്തേക്കെങ്കിലും നമ്മൾ കഴിവതും ഒഴിവാക്കാൻ നല്ലതാണ്. മനസ്സിലായോ? ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതെല്ലാം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ, പെടലി വേദന, തൊണ്ടവേദന, അങ്ങനെ ആരോഗ്യപരമായ ശരീരമായ പല വേദനകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ പ്രതിസന്ധികൾ ഉണ്ടാകാം.
പിന്നീട് നല്ല കാര്യങ്ങളും ഉണ്ടാകാം, നല്ല ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും പറയാൻ പോകുന്നത് അത്തം ചിത്തിര ഈ നാളുകാരും ഈ മകം പൂരം നാളുകാരുടെ ഒരു കാര്യം കൂടെ പറയാം. ഇവർ ഈ സമയങ്ങളിൽ ഈ പ്രധാന നെർവസ് സംബന്ധമായി ഒന്നുമില്ല പല്ലിന് വേനെയെങ്കിലും ചിലപ്പം അല്ലെ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക, അല്ലെ നെർവസ് സംബന്ധം പെടലി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. ഇനിയും അത്തം ചിത്തിര, ഉത്രം അത്തം ചിത്തിര ഈ നാളുകാർ ഇവരും ഏതൊരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. വാഹനങ്ങളെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, വാഹനത്തിൻ്റെ കണ്ടീഷൻ ഡെയിലി ചെക്ക് ചെയ്യണം, സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ കലഹങ്ങൾ വീട്ടിലുണ്ടാകാൻ ശ്രദ്ധിക്കണം. പിന്നെ വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, വീട്ടിൽ മംഗളകാര്യങ്ങൾ, പുതിയ വാഹനം ഇതൊക്കെ ഉണ്ടാകാം. ദൂരയാത്രകൾ, ചിലർക്ക് വിദേശവാസമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അശ്വതി ഭരണി ഈ നാളുകാർ പ്രധാനമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിൽ ഈ കലഹങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. കലഹങ്ങൾ ഈ സമയത്ത് ഉണ്ടായാൽ അത് കോംപ്രമൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ സാമ്പത്തികമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക തൊഴിൽ മാറ്റങ്ങൾ ഈ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. അല്ല ഈ സമയത്തൊരു തൊഴിൽ മാറ്റം ഉണ്ടായാൽ പുതിയൊരു തൊഴിൽ ചിലപ്പോൾ കിട്ടാനോ അത് പിടിച്ചു വയ്ക്കാനോ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ലോണോ കാര്യങ്ങളൊക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ജോലി കിട്ടിയില്ല ചില ബുദ്ധിമുട്ട് വരും. കാരണം വീടും കുടുംബമൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ട് വരും. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഒരു കുടുംബം പോറ്റുന്ന ആളാണ്, വീട്ടിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊരു തൊഴിൽ മാറിയാൽ പുതിയ ജോലി കിട്ടാനും, അപ്പോൾ ആ ജോലി ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിലനിൽക്കാൻ, ആ ജോലിയിൽ നമുക്ക് പിടിച്ചു വയ്ക്കാനും ചിലപ്പം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരു 6-8 മാസത്തേക്ക് കഴിവതും ആ ജോലി പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ പറ്റത്തില്ലെങ്കിൽ മാറുക, അത്രയേ ഉള്ളൂ, അല്ല ഒന്നും ചെയ്യാനില്ല. മകയിരം തിരുവാതിര പുണർദം സാമ്പത്തികപരമായ ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇവർ ചിട്ടി പോലും പോയി ആരോടെങ്കിലും കൂടിയാൽ ചിലപ്പോൾ ആ പൈസ പോലും ബ്ലോക്കായിട്ട് കിടക്കും. അതിൽ തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളെ, ആരോഗ്യ പ്രശ്നങ്ങളെ, കൈക്ക് വേദന, കാലിന് വേദന, ഇങ്ങനെ വേദന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. പടിയെന്നൊക്കെ ഉരുണ്ട് വീടാതെ പടിയൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പം ഒരു പടി കൂടുതൽ ചവിട്ടാം. ഈ ദോഷ സമയങ്ങളിൽ നമുക്ക് ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്യും. അങ്ങനെയൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ശ്രദ്ധിക്കുക. കുളിമുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കുക, തെന്നി വീഴാതെ. പിന്നെ ഈ സമയത്ത് തൊഴിൽപരമായ വളരെ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തൊഴിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പം എങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നല്ല കാര്യങ്ങളും നടക്കാം കേട്ടോ. വീട്ടിലെ പുതിയ വീട് മേടിക്കുക, അല്ലെ സ്ഥലം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. പിന്നെ വീടിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുക, വീട് മാറുക, ഇതൊക്കെ നടക്കാം. വീട്ടിൽ മംഗളകാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നടക്കാം. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂലം പൂരാടം ഈ സമയത്ത് തൊഴിൽപരമായിട്ട് സാമ്പത്തികം ബ്ലോക്കാകാം. ചിലപ്പോൾ പുതിയ സാമ്പത്തികത്തിനുള്ള വഴികൾ വരാം. അത് അവർക്ക് അതുകൊണ്ട് പുതിയ ഒരു കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ ഗുണമുണ്ടാകും. എങ്കിൽ തന്നെയും ഒരു വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ. പിന്നെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നാളുകാരും ഏതൊരു സാമ്പത്തിക ഇടപാടുകളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. പിന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ഒരു പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഉത്രാടം, തിരുവോണം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ, പുതിയ മാറ്റത്തിനുള്ള കാര്യങ്ങൾ വരാം. അതൊക്കെ കഴിവതും ഈശ്വരാധീനത്തോടു കൂടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്നുള്ളതാണ്. കാർത്തിക, രോഹിണി, മകയിരം ജീവിതത്തിൽ കൂടുതൽ നല്ല മാറ്റങ്ങളെ, കുടുംബ സമാഗമങ്ങളെ, നല്ല ഒരു ഉയർച്ചയെ, നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക സമയങ്ങളാണ്. അതുപോലെ വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർ, അതുപോലെ ചിത്തിര, ജ്യോതി, വിശാഖവും ഈ ഇതിൽ വരുന്നവരും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് വീഴ്ചകൾ ഉണ്ടാകാതെ, കയ്യ്, കാല് ഇതൊക്കെ വീണ് പരിക്കുകൾ പറ്റാതെ. അതുപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ആപത്തുകളെ ശ്രദ്ധിക്കണം. വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ കുറുകെ ചാടാതെ അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം. അതുപോലെ പൊക്കത്തിൽ നിന്ന് വീഴാതെ പടിയിലൊക്കെ കയറുമ്പോൾ ഇറങ്ങുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ. അധിക ചിലവ് കൂടുതലായിട്ട് ഉണ്ടാകാം.
സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. അതിനൊന്നും വിഷമിക്കേണ്ട കാര്യം, അതൊക്കെ മാറിക്കോളും. തൊഴിൽപരമായിട്ട് അധികമായ തൊഴിൽ, മറ്റുള്ളവരുടെ ജോലിയും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം, അധികമായ ഭാരിച്ച ചുമതലകൾ, ഇതൊക്കെ ഉണ്ടാകാം. തൊഴിൽപരമായിട്ട് കൂടുതൽ മാനസികമായ ടെൻഷൻ ഉണ്ടാകാം. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അധിക ചിലവുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ഒരു കാര്യങ്ങളും നടക്കാം. നല്ല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നല്ല മാറ്റത്തിനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഗുണമുണ്ടാകും. കാരണം ഈയിടെ ഞാനൊരു പച്ചക്കറി കടയിൽ ചെന്നപ്പോൾ പച്ചക്കറി കടയിൽ ഒരു ആ പുള്ളി പച്ചക്കറി കട തുറന്നപ്പോഴത്തേന് അവിടെ എന്തോ ഈ മുടിയും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചൊരു എന്തൊക്കെയോ ചെയ്ത് ഒരു ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കട തുറന്നപ്പോൾ ഈ പയ്യനങ്ങ് പേടിച്ചു പോയി. മുതലാളി ആരോ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് കണ്ടാൽ. ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോഴത്തേനും അതിനകത്ത് മുടിയും ഏതാണ്ടൊക്കെ ഉണ്ട്. ഇവനങ്ങ് പേടിച്ചിരിക്കുക. ഞാനങ്ങ് പേടിച്ചിട്ട് പറഞ്ഞു ദൂരോട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം കൂടെ നിന്ന ആൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കെന്നെ അറിയത്തില്ല, ഈ പച്ചക്കറിക്കടക്കാരൻ. ഞാൻ പറഞ്ഞു താനെന്തിനാണ് പേടിക്കുന്നത്? ഇവിടെ ഇതൊന്നും ചെയ്തുകൊണ്ട് ആർക്കും ഒരു കുഴപ്പം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അംബാനിക്കും ഒക്കെ ചെയ്താൽ പോലെ. അപ്പോൾ ഇത് ചെയ്യുന്നവന് പോലും അവനെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവനിത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു കഴിവില്ലാത്തവന്മാരാണ് ഇത് ചെയ്യുന്നത്. അതൊക്കെ അവനവൻ്റെ മനോരോഗങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ട് ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു. അവനോട് ദൂരെ കളഞ്ഞു. അവനൊരു കുഴപ്പമില്ല. ഇപ്പം നല്ല കച്ചവടമാണ്. പിന്നെ അവൻ എന്നെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ പിന്നെ ഭദ്രകാളിയുടെ 1-2 കാര്യങ്ങളോട് അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. കച്ചവടത്തിന് വേണ്ടി. ഒരു കച്ചവടത്തിനൊരു കുറവുമില്ല. എത്ര പേരുണ്ടെങ്കിലും ഇനി ഞാനത് പൈസ അവൻ പറയും. ചിലത് പറയും പിന്നെ പൈസ തന്നാൽ മതി എന്നാണ് പറയുന്നത്. കാരണം അതുപോലെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞല്ല ഞാനിപ്പം തന്നെ കാശ് കൊടുക്കും. എത്ര ആളുണ്ടെങ്കിലും അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എടുത്തു. നല്ല പാവം പേടിച്ചൊരു കരുവായിരുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ മനോരോഗം കൂടി ചെയ്യുന്നതല്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളാരും വിശ്വസിക്കരുത്. നിങ്ങൾ പേടിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്നതിനാണ് പേടിക്കുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെ മനോരോഗങ്ങളാണ്. അല്ല ഇതിൻ്റെ അകത്തൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും. ഞാൻ കൈ കൊണ്ടെടുത്തു ആ സാധനം. ഞാൻ കൈ കൊണ്ടെടുത്തു. ഞാൻ പറഞ്ഞു ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ച് അവൻ കളഞ്ഞു. എന്നാ പറ്റി? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ പേടിക്കുമ്പോഴാണ് അയ്യോ ഇതെന്തോ ആണ്. അതിൻ്റെ അകത്ത് കുറേ സാധനമുണ്ട്. ഈ കത്തിക്കരിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവ ആരുവാ ഇവ ഒന്നുമല്ല. ഇതൊക്കെ ചെയ്താലേക്കാമെങ്കിൽ ചുമ്മാ മണ്ടത്തരം കാണിക്കുന്ന ഒരു മനോരോഗങ്ങളാണ്. ഇനിയൊന്നും പറയാൻ പോകരുത്. നിങ്ങൾ പേടിച്ചാൽ പോയി. അതിപ്പോൾ നിങ്ങളൊരു പട്ടിയെ കണ്ട് പേടിച്ചാലും പോയി. പേടിയാണ് മനുഷ്യൻ്റെ പ്രശ്നം. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ച വ്യക്തിയൊന്നുമല്ല. ഒരു കുഴപ്പമില്ല. അവനിപ്പം നല്ല സൂപ്പർ കച്ചവടമാണ്. ആരും എന്നെ വേണേ കൊണ്ട കച്ചവടം. അതുകൊണ്ട് നമ്മൾ ദൂരെ കാടിക്കാത്തിടും, അല്ലെങ്കിൽ ദൂരെ കളയും. അല്ല തന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പച്ചക്കറിക്കാരൻ്റെ അവിടെ ഞാൻ നിൽക്കുമ്പോൾ വേറൊരാളുടെ ഒരു കാര്യം എന്നോട് ചോദിച്ചു. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു പട്ടി വണ്ടിക്ക് കുറുകെ ചാടാതെ സൂക്ഷിക്കണം. പുള്ളി ഒരുപാട് വണ്ടിയുള്ള മനുഷ്യനാണ്. പുള്ളി എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പട്ടി ചാടി. കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാനീ പറയുന്ന കാര്യങ്ങൾ പലതും അതുപോലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. പറഞ്ഞ മനസ്സിലായത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരും ജനിക്കുന്ന സമയവും ഒക്കെ വെച്ച് അവരുടെ ജീവിതത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും. പറയാൻ മനസ്സിലായി? ജനിക്കുന്ന സമയം വെച്ച് ഗ്രഹനില മാറ്റം വരും. അല്ല, ഇത് സാമാന്യമായിട്ട് പറയുന്ന പൊതുഫലമായി നക്ഷത്രം വെച്ച്. ഇനി നിങ്ങളെ ഏതാവത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മന്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേൽ വേൽ വെട്രി വേൽ എന്നെ ചുറ്റിക്കാക്കും സുബ്രഹ്മണ്യ വേൽ. ഈ മന്ത്രം ചൊല്ലുക. ഏതാപത്തിൽ നിന്നും ഒരു പ്രാന്തം പോലും നേരെ വന്നാൽ പേടിച്ചു പോകും. വേൽ വേൽ വെട്രി വേൽ എന്നെ ചുറ്റിക്കാക്കും സുബ്രഹ്മണ്യ വേൽ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സുബ്രഹ്മണ്യൻ്റെ വേലിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പറയാൻ മനസ്സിലായി? അപ്പം നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക, നല്ലത് വിശ്വസിക്കുക. ഇന്നെനിക്കൊരു ലേഡി മെസ്സേജ് ചെയ്തപ്പം പറഞ്ഞ് അവരേതാണ്ട് എവിടെയൊക്കെ ആരാണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഏതാണ്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എവിടെയോ പോയി നോക്കി. ഞാൻ പറഞ്ഞു മേലം
എന്നോട് ഇരിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഒന്നും പോകരുത്. പോയാൽ അതിൻ്റെ രക്ഷപ്പെട്ടിട്ടില്ല. അവർ ചെയ്ത് ഇവർ ചെയ്തെന്നും പറഞ്ഞ് പോയവരൊക്കെ നശിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ഞാൻ വീഡിയോ പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ല എനിക്ക് മെസ്സേജ് ചെയ്ത് പോകും. അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ വാട്സപ്പെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളുടെ പുറകെ പോകും. അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇനിയും ധന്വന്തരിയുടെ ഒരു ഗായത്രി കൂടെ പറഞ്ഞിട്ട് നിർത്താം. കാരണം അത് നമുക്ക് വളരെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ഓം വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഈ മന്ത്രം രാവിലെ ഒരു 3 തവണ ജപിക്കുന്നത് നല്ലതാണ്. കുളി കഴിഞ്ഞോ വിളക്കിൻ്റെ മുന്നിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. വൈകിട്ട് ജപിക്കുന്നത് നല്ലതാണ്. ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇനി ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ മന്ത്രം ജപിച്ചാൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറും, നല്ല സ്വഭാവം മാറും. ആ വ്യക്തിയുടെ ഇപ്പോൾ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടായി അതൊക്കെ മാറി നല്ല സ്വഭാവം ഉണ്ടാകാനും, നമ്മൾ ജപിച്ചാൽ നമ്മുടെ ജീവിതം നന്നാവും. വേറൊരാളെ ചിന്തിച്ച് ജപിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും, ആ വ്യക്തിയുടെ സ്വഭാവം മാറി നല്ല സ്വഭാവമുള്ള വ്യക്തിയാവും. അങ്ങനെ അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു തന്നു. പറയാൻ മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്കും മാറ്റം ഉണ്ടാകും, നിങ്ങൾക്ക് വേറൊരാളെ മാറ്റുകയും പറ്റും, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മാറ്റാനും പറ്റും. പറയാൻ മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നുകൂടി ചെല്ലാം. ഇത് ഞാൻ വീഡിയോയുടെ കാര്യം എഴുതിയിടത്തില്ല, കേട്ടാൽ മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. ഓം വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ധന്വന്തരി വൈദ്യത്തിൻ്റെയൊക്കെ ഒരു ദേവതയും കൂടിയാണ്, വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാകുമ്പോൾ മനസ്സിൽ നിന്നല്ല. ഇതെല്ലാം ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവശിവ വെട്രിവേൽ സ്വാഹ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം ശരവണ ഭവ. ശിവശിവ. ഓം കൃഷ്ണായ നമ.